ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എൻ ഫാമിലി മീഡിയ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ മണലാർക്കാവ് അമ്പലത്തിലത്തെ വേലയാണ്. അപ്പം അതിനോടനുബന്ധിച്ചിട്ട് തലേ ദിവസം പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം വൈകുന്നേരം ആയപ്പോൾ കൊട്ടും ബഹളമൊക്കെ തുടങ്ങി. അപ്പം ഞങ്ങൾ വന്ന് നോക്കിയപ്പോൾ പല വെറൈറ്റി രൂപങ്ങൾ ഗൊറില്ലയാണെന്ന് തോന്നുന്നു കേട്ടോ. ആദ്യം വന്ന ഗൊറില്ല എൻ്റെ അടുത്തേക്ക് വന്നു, അനങ്ങാണ്ട് നിന്നു. എന്നിട്ട് പെട്ടെന്നൊരു ചാട്ടം, ഞാൻ പേടിച്ച് ഓളിട്ടു. ഗ്രേ ബ്ലാക്കിലുള്ള ഗൊറില്ലയും പിന്നെ ഒരു ഡെക്കും. നല്ല രസമല്ലേ കാണാൻ. പിന്നുള്ളത് കൊട്ടുകാരാണ്. ഞങ്ങളെ കൊട്ടിന്റെ അടുത്താണ് നിന്നേ. അപ്പൊ ചെവിയൊക്കെ അടിച്ചു പോയിരുന്നു കൊട്ടിന്റെ ശബ്ദം കേട്ടിട്ട്. പിന്നെ വന്നത് DJ ലൈറ്റൊക്കെ വെച്ചിട്ടുള്ള ഒരു ലോറിയാണ്. അത് അവസാനമാണ് വന്നത്. റൂബിയുടെ കുറയാണ് കേട്ടോ നിങ്ങളിപ്പോൾ കേൾക്കണേ. പിന്നെ മുരുകൻ്റെ ഫോട്ടോയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ അതേ കൂടെയാണ് പോണേ. അപ്പോൾ വണ്ടിയൊക്കെ എടുത്തു. അപ്പോൾ എല്ലാവരും തിരിച്ചു. അവിടെ ആദ്യം വരുന്ന ഒരു ഗ്രേ കളർ ഗൊരില്ലയില്ലേ, അതാണ് എന്നെ പേടിപ്പിച്ചത് കേട്ടോ. സംഭവം അതിൻ്റെ ഉള്ളിലെ ആളാണെങ്കിലും അതിൻ്റെ രൂപമൊക്കെ കാണുമ്പോൾ പേടി തോന്നും. എനിക്കതിനെ കാണുമ്പോൾ പേടിയായി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ പേടിയൊക്കെ പോയി. പിന്നെ ആ ഗൊറില്ലയുടെ പിന്നാലെ പിന്നെ നമ്മൾ കണ്ട ഡെക്കാണ് വരുന്നത്. അതിൻ്റെ നടത്തം കാണാൻ നല്ല രസമുണ്ട്. പിന്നെ എല്ലാവരും പോയ ശേഷം അവസാനമാണ് നമ്മുടെ ബ്ലാക്ക് ഗൊറില്ല വന്നേ. തുള്ളിച്ചാടിയായിരുന്നു വരുന്നുണ്ടായിരുന്നേ. അവര് മെയിൻ റോഡിൻ്റെ അവിടെ എത്തി. അപ്പം ഞങ്ങൾ ചുറ്റിക്കറങ്ങി മെയിൻ റോഡിൻ്റെ അവിടെ എത്തി. എല്ലാവരും തുള്ളിച്ചാടി കളിക്കുകയാണ് ഗൈസ്. ആ ഗൊറില്ലാസ് നന്നായി കളിക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. തുള്ളിച്ചാടി കളിക്കുകയായിരുന്നു എല്ലാവരും കൂടെ. ഏറ്റവും ബാക്കിലായിരുന്നു ഗൈസ് നമ്മുടെ ഡെക്ക് വന്നിട്ടുണ്ടായിരുന്നേ. പെട്ടെന്ന് ഞങ്ങളെ കണ്ടപ്പോൾ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് സ്റ്റെക്കായി നിന്നു. എന്നിട്ട് പെട്ടെന്ന് ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വന്നു. ഗൈസ് നമ്മുടെ ഡെക്ക് കളിക്കണു. പിന്നെ അവർ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കൊട്ടേക്കട പാലം അങ്ങോട്ടാണ് പോണത്. പിന്നെ അവർ വേറെ വഴിക്കൂടെ അങ്ങനെ ചുറ്റിക്കറങ്ങി വരും. അപ്പോൾ ഞങ്ങൾ തലേ ദിവസം തന്നെ മണലാർക്കാവ് അമ്പലത്തിലേക്ക് പോയി. ഇതാണ് അവിടുത്തെ അമ്പലക്കുളം. അമ്പലത്തിലേക്ക് പോയപ്പോൾ അവിടെയും ചെണ്ടമേളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ആ വഴിക്ക് അപ്പുറത്തെ പുറത്തേക്ക് ബാക്കിലോട്ട് പോയപ്പോൾ ആന കുളിക്കുന്നു ഗൈസ്. ആന വെള്ളം കുടിക്കണമുണ്ട്, അതിൻ്റെ ഒപ്പം കുളിക്കണമുണ്ട്. തുമ്പിക്കൈ കൊണ്ട് സ്വയം ഇട്ട് മുതൂത്ത് വെള്ളമൊക്കെയാണ്. അപ്പോൾ വെള്ളമൊക്കെ തെറിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോയി. അവിടെ ഒരു രഥം നിൽക്കുന്നുണ്ടായിരുന്നു, പൂമാല കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട്. പിന്നെ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ അതിൻ്റെ മേലെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ് ഗൈസ്. അപ്പോഴാണ് ഈ അമ്പലത്തിൻ്റെ അടുത്ത് ഒരു ഓഡിറ്റോറിയം ഉണ്ട്. ആ അമ്പലത്തിൻ്റെ ഉള്ളിൽ തന്നെയാണുള്ളത്. അവിടെ ചെന്നപ്പോൾ ആനച്ചമയം ഗൈസ്. അപ്പോൾ അവിടെ 5 ആനകളാണുള്ളത്. അപ്പോൾ 5 ആനയ്ക്ക് വേണ്ടിയിട്ടുള്ള നെറ്റിപ്പട്ടങ്ങളുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മളിതാ നെറ്റിപ്പട്ടമാണ് കാണുന്നത്. ഓരോ നെറ്റിപ്പട്ടവും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നന്നായി തിളങ്ങുന്നുണ്ടായിരുന്നു ലൈറ്റൊക്കെ അടിച്ചിട്ട്. ഞാനും അച്ഛനും മാത്രമാണ് കേട്ടോ അമ്പലത്തിൽ പോയത്. അവിടെ ചെന്നപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കണ്ടു. ഇതിൽ നോക്കിയപ്പോഴാണ് മനസ്സിലായത് നടുവിൽ നിൽക്കുന്ന ആനയ്ക്ക് കുറച്ച് വെറൈറ്റി ഉണ്ട്. നടുവിൽ നിൽക്കുന്ന ആനയ്ക്ക് ഗ്രീൻ കളറും ബാക്കി എല്ലാത്തിനും ഒരു പിങ്ക് കളറാണ് കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ വെഞ്ചാമരം നിരനിരയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ തൊട്ട് നോക്കി, നല്ല സോഫ്റ്റ് ആയിരുന്നു. ഉള്ളിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ പല നിറത്തിലുള്ള കുടകളുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വരുന്ന വഴിക്ക് കുടകളൊക്കെ കണ്ട് ഞാൻ ഞെട്ടി നിൽക്കായിരുന്നു. പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആ രഥം ഉരുട്ടി കൊണ്ടുപോവാണ്. എന്നിട്ട് മെയിൻ റോഡിൻ്റെ അവിടേക്കൊക്കെ കൊണ്ടുപോയി.
ഞങ്ങളങ്ങനെ ചുറ്റിക്കറങ്ങി വന്നപ്പോൾ ഒരു ഇടവഴിയിൽ ഇതാ പരിപാടി നടക്കുന്നുണ്ടു. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ഇതാ നമ്മുടെ ഡക്കും ഗൊറില്ലൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നേ. എല്ലാവരും നല്ല എനർജി ആയിരുന്നു, നല്ല തുള്ളിക്കളിക്കായിരുന്നു എല്ലാവരും കൂടെ. അപ്പോൾ ആ ബ്ലാക്ക് ഗൊറില്ലൊക്കെ കളിക്കണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ വീഡിയോ എടുക്കണ സമയത്ത് അത് കണ്ടു, വീഡിയോ എടുക്കണത്. അപ്പോൾ ക്യാമറയൊക്കെ നോക്കിയിട്ടൊക്കെ കളിക്കണ്ടായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ കുറേ പേര് ഇവരുടെ അടുത്ത് നിന്ന് ഫോട്ടോസൊക്കെ എടുക്കണ്ടായിരുന്നു. അപ്പം ഞങ്ങളും കയറി എടുത്തു. അപ്പം ഞാനിതാ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നേ. ആദ്യം ഞാൻ ഗൊറില്ലയുടെ കൂടെ എടുത്തു. എന്താ ഡക്ക് ഉണ്ടായിരുന്നു, ഡക്ക് വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ഡക്കിൻ്റെ കൂടെ പോയിട്ടും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമ്മൾ പറയാനുള്ളത് അവരുടെയൊക്കെ ഓരോരോ പോസുകളാണ്. എത്ര നേരമാണെന്നറിയാം അവരൊരു പോസിലിങ്ങനെ നിൽക്കണേ കണ്ടാൽ പേടിയാവും. കുറേ പേര് അവരുടെ അടുത്ത് നിന്നിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണ്ടായിരുന്നു. ഇവരുണ്ടല്ലോ അനങ്ങാണ്ട് വന്ന് നിൽക്കും, എന്നിട്ട് ഒറ്റ ചാട്ടാണ് മേത്തോട്ട്. പക്ഷെ നല്ല രസമാണ്. അങ്ങനെ അതാ അവരൊക്കെ നടന്നു പോവാണ്. അപ്പം ഞങ്ങൾ ഒരു മതിലിൻ്റെ സൈഡിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അതാ വീണ്ടും കൊട്ട് ദൈവേ, ചെവിയൊക്കെ അടിച്ചു പോയി. പക്ഷെ കൊട്ടൊക്കെ സൂപ്പറായിരുന്നു, നല്ല വൈബ്രേറ്റ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ചെവിയൊക്കെ. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 9 മണിയായി. അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ച് 12 മണിയാകുമ്പോൾ ഞങ്ങളിതാ മണലാർക്കാവിൻ്റെ അമ്പലത്തേക്ക് പോയി. അവിടെ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാ ഞങ്ങൾ കുരുത്തോല പന്തലിങ്ങനെ പൊക്കൂലേ, അത് കാണാൻ വേണ്ടി വന്നതാണ്. കുറേ നേരം നിന്നു. 12 മണിക്കാണ് പൊക്കേണ്ടത്, പക്ഷെ ഇതുവരെ റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. അവിടെയൊക്കെ ഫുൾ ആൾക്കാരായിരുന്നു, ഫുൾ തിക്കും തിരക്കായിരുന്നു. അപ്പോൾ അതാ ഡ്രോണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഡ്രോണിൻ്റെ ക്ഷമ നശിക്കാൻ തുടങ്ങി. ഡ്രോൺ അങ്ങോട്ട് പോകാൻ ഇങ്ങോട്ട് പോകായിരുന്നു പണി. ഡ്രോണ് പറന്ന് ഞങ്ങളുടെ തലയ്ക്ക് മേളിലൊക്കെ നിൽക്കുമ്പോൾ നല്ല കാറ്റായിരുന്നു, തണുത്ത കാറ്റ്. എല്ലാവരും കൂവാൻ തുടങ്ങി, കാരണം കുറേ നേരമായല്ലോ, എല്ലാവരും ക്ഷമ നശിക്കാൻ തുടങ്ങി. അങ്ങനെ ഇതാ ഒരു 1:15 ആകുമ്പോഴേക്കും ഇതാ പന്തൽ പൊന്തിച്ചു. നല്ല രസമായിരുന്നു. പന്തൽ പൊന്തിക്കണ മുമ്പ് സിഗ്നലൊക്കെ തന്നു, പടക്കം പൊട്ടിച്ചിട്ടൊക്കെ എല്ലാവരും കൂവി ഓളിടായിരുന്നു കേട്ടോ കണ്ടപ്പോൾ. അപ്പോൾ ദാ ഞങ്ങൾ പന്തൽ പൊക്കി കണ്ട ശേഷം ഞങ്ങൾ തിരിച്ചു പോയി. ബാക്കിയുള്ള പരിപാടിയൊന്നും ഞങ്ങൾ കാണുന്നില്ല കേട്ടോ. എല്ലാവരും ഇത് കണ്ടപ്പോൾ തന്നെ പോകാൻ തുടങ്ങി. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ.